you. ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം ചേച്ചി വലിയ ആലോചനയിലാണല്ലോ. എന്തുപറ്റി? പേടിയുണ്ടോ ചേച്ചിക്ക്? എന്ന് ചോദിച്ചാ പേടിയല്ല മോളെ. പേടിക്കാൻ മാത്രം വലിയ കുറ്റമൊന്നും നമ്മൾ ചെയ്യുന്നില്ലല്ലോ. പക്ഷേ അച്ഛനോട് പറയാതെയാണല്ലോ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത കുറ്റബോധമുണ്ട്. നമുക്ക് എല്ലാ കാര്യം അച്ഛനോട് തുറന്നു പറഞ്ഞാലോ മോളെ? അച്ഛൻ നമ്മുടെ കൂടെ നിൽക്കില്ലേ? വേണ്ട ചേച്ചി, വേണ്ട. അച്ഛനോട് പറഞ്ഞ അമ്പിളി ചേച്ചി അറിയും. അത് പിന്നെ ചർച്ചയായി ഒരു ജീവന്റെ പ്രശ്നമായി മാറും. ഒരു കുഞ്ഞിന്റെ ജീവനും എന്റെ ജീവിതവും അവരുടെ ന്യായത്തിന്റെ ത്രാസിലിട്ട് തൂക്കിയാൽ ചിലപ്പോ മനുഷ്യരൂപം പോലും പ്രാപിച്ചിട്ടില്ലാത്ത ഒരു ഭ്രൂണത്തിനായിരിക്കും മുൻതൂക്കം. എന്റെ ഈ ജീവിതം കൊണ്ട് പിന്നെ എന്താ ചേച്ചി കാര്യം? ഈ ഭൂമിയിൽ ജനിച്ച വീണു പോയ എന്റെ 2 മക്കളെ എനിക്ക് നോക്കണ്ടേ? ഇതിപ്പോ ഒരു ഹൃദയമെടുപ്പ് മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ ഇത് വേണ്ടെന്ന് വെച്ചാ ഞാൻ മാത്രമേ ഇതിന്റെ വേദന അറിയൂ. അതിന് വേദന പോലും ഉണ്ടാവില്ല. നീ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് മോളെ. പക്ഷേ നമ്മുടെ ഒരു ശ്രമം പാഴായില്ലേ? ഇനി ഇങ്ങനൊരു ആവശ്യമായിട്ട് നമ്മൾ എവിടെ പോവാനാ? വൈകും തോറും വൈകില്ലേ ചേച്ചി? ഒരു 2 ദിവസം കൂടെ നമുക്ക് നോക്കാം. ദൈവം ഒരു വഴി തുറന്നു വരാതിരിക്കില്ലല്ലോ ചേച്ചി. മോള് സമാധാനമായിട്ടിരിക്കെ. ചേച്ചി മോളുടെ കൂടെയുണ്ട്. വിഷമിക്കണ്ട. കണ്ണു തുടയ്ക്ക്.